CPM നിയന്ത്രണത്തിൽ തുടങ്ങിയ ഹലാൽ ഫായിദ സഹകരണ സംഘം പൊളിഞ്ഞ വിവരം പുറലോകത്തെത്തിച്ചത് TK ആണ്. 9 വർഷം മുമ്പ് നിക്ഷേപിച്ച പണം തിരികെ കിട്ടാതായതോടെ പരാതിയുമായി നിക്ഷേപകർ രംഗത്തെത്തി. വാർത്ത പുറത്തു വന്നതോടെ മയിൽ സ്വദേശി നാസർ എന്നയാൾ 9 വർഷം മുമ്പ് നിക്ഷേപിച്ച പണം അദ്ദേഹത്തിന് തിരികെ കിട്ടി. നിക്ഷേപ തുക തിരികെ കിട്ടാൻ വേണ്ടി നാസർ TK ഗോവിന്ദൻ MLA മുഖേന മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രി അത് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി. സതീശന്റെ പോലീസ് പിണറായിയെയും പാർട്ടി സെക്രട്ടറിയെയും തേടി വരുമെന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് CPM തലയൂരിയത്. ചീഫ് പ്രൊമോട്ടറായിരുന്ന യുവജനക്ഷേമ ബോർഡ് ചെയർമാൻ M ഷാജർ ഫോൺ വിളിച്ചാൽ പോലും എടുക്കാതായെന്ന് നിക്ഷേപകർ പറയുന്നു. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നിക്ഷേപകർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഇസ്ലാമിക നിയമമായ ശരീഅത്ത് അനുസരിച്ച് പലിശരഹിതമായി പ്രവർത്തിക്കുന്ന സാമ്പത്തിക ഇടപാട് സംവിധാനമാണ് ഇസ്ലാമിക ബാങ്കിംഗ് എന്ന ഈ സംരംഭം. 2017 ഡിസംബറിലാണ് CPM തുടങ്ങുന്നത്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനായിരുന്നു ഉദ്ഘാടകൻ. ചീഫ് പ്രൊമോട്ടറായി അന്നത്തെ DYFI ജില്ലാ ഭാരവാഹിയായിരുന്ന M ഷാജറിനെയും നിയോഗിച്ചു. മുസ്ലിം ന്യൂനപക്ഷത്തെ ഒപ്പം കൂട്ടുകയെന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് CPM ഈ ബാങ്ക് തുടങ്ങിയത്. ബീഫ് കയറ്റുമതി ഉൾപ്പെടെയുള്ള പദ്ധതികൾ തുടങ്ങുമെന്നായിരുന്നു പ്രഖ്യാപനം. നിക്ഷേപം സ്വീകരിച്ച് ഓഫീസൊക്കെ തുറന്നുവെങ്കിലും വൈകാതെ പൂട്ടുവീണു. വർഷം 9 കഴിഞ്ഞിട്ടും നിക്ഷേപ തുക തിരികെ നൽകാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. വരവ് ചെലവ് കണക്കും എവിടെയും അവതരിപ്പിച്ചിട്ടില്ല. ഭരണസമിതി ആരെന്നോ എന്തെന്നോ പോലും ഇപ്പോൾ വ്യക്തമല്ലെന്നും CPM നേതാക്കളെ ബന്ധപ്പെട്ടിട്ടും കാര്യമുണ്ടായില്ലെന്നും നിക്ഷേപകനായ നാസർ പറഞ്ഞു. പരാതിയിൽ പ്രതികരിക്കാനില്ലെന്ന് M ഷാജർ അറിയിച്ചു. 1 ലക്ഷം രൂപ തിരിച്ചു നൽകി നിലവിൽ പരാതിയില്ലെന്നും തന്റെ ആവശ്യം പരിഗണിക്കപ്പെട്ടുവെന്നും നാസർ പറഞ്ഞു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുണ്ടാക്കിയ രാഷ്ട്രീയ ആഘാതം അടങ്ങും മുമ്പേ പാർട്ടി നേതാക്കൾ നേതൃത്വം നൽകിയ മറ്റൊരു സാമ്പത്തിക സംരംഭത്തിന്റെ തകർച്ചയും CPMന് വൻ തിരിച്ചടിയാകുന്നു. പലിശരഹിത ബാങ്കിംഗ് ലക്ഷ്യമിട്ട് കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ച ഹലാൽ ഫായിദ സഹകരണ സംഘത്തിൽ നടന്ന തട്ടിപ്പ് ആരോപണങ്ങളാണ് ഇപ്പോൾ ജില്ലയിലെ CPMനെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കുന്നില്ലെന്ന ആരോപണവുമായി പാർട്ടി അണികൾ പോലും രംഗത്തെത്തിയത് വിഷയം കൂടുതൽ ഗുരുതരമാക്കുന്നു. കരുവന്നൂരിലേതിന് സമാനമായ രീതിയിൽ സംഘടിതമായി നടന്ന മറ്റൊരു സാമ്പത്തിക ക്രമക്കേടാണോ ഇതെന്ന് ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുകയാണ്. അഴിമതിയും സുതാര്യതയില്ലായ്മയും മൂലം തകർന്ന കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ മാതൃകയിൽ ഹലാൽ ഫായിദയിലും കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടാകാമെന്നാണ് ഉയർന്നു വരുന്ന പ്രാഥമിക ആരോപണങ്ങൾ. 2017 ഡിസംബർ 24-നാണ് വലിയ ആഘോഷങ്ങളുടെ ഹലാൽ ഫായിദ സഹകരണ സംഘം പ്രവർത്തനം ആരംഭിക്കുന്നത്. നിക്ഷേപകരിൽ നിന്ന് സമാഹരിക്കുന്ന തുക വിവിധ വികസന പദ്ധതികളിൽ നിക്ഷേപിക്കുകയും അതിലൂടെ ലഭിക്കുന്ന ലാഭം ഡിവിഡൻഡായി നിക്ഷേപകർക്ക് വീതിച്ചു നൽകുകയും ചെയ്യുന്ന പലിശരഹിത ഇസ്ലാമിക് ബാങ്കിംഗ് മാതൃകയിലായിരുന്നു ഇത് വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ തുടക്കത്തിലെ ആവേശത്തിന് ശേഷം സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ ദുരൂഹത ഏറുകയായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപകരിൽ നിന്ന് സമാഹരിച്ചെങ്കിലും 2017 ശേഷം സ്ഥാപനത്തിന്റെ വരവ് ചിലവ് കണക്കുകളോ മറ്റു വിവരങ്ങളോ പൊതുസമക്ഷം അവതരിപ്പിച്ചിട്ടില്ല. എത്ര പേരിൽ നിന്ന് എത്ര തുക പിരിച്ചു, ഈ പണം എങ്ങോട്ടാണ് പോയത് തുടങ്ങിയ കാര്യങ്ങൾ യാതൊരു സുതാര്യതയും ഇല്ലെന്നാണ് നിക്ഷേപകർ ചൂണ്ടിക്കാണിക്കുന്നത്. 1 ലക്ഷം രൂപയുടെ ഓഹരിയാണ് പരാതിക്കാരനായ നാസറിനെ സ്ഥാപനത്തിലുണ്ടായിരുന്നത്. CPM ജില്ലാ കമ്മിറ്റി അംഗവും DYFI കണ്ണൂർ ജില്ലാ മുൻ പ്രസിഡന്റുമായിരുന്ന M ഷാജറായിരുന്നു ഹലാൽ ഫായിദയുടെ പ്രധാന പ്രൊമോട്ടർ. എന്നാൽ സാമ്പത്തിക വിവരങ്ങൾ അറിയാനും തുക തിരികെ നേടാനും ഷാജറിനെ നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ലെന്നും നാസർ വ്യക്തമാക്കുന്നു. നിലവിൽ കണ്ണൂരിലുള്ള ഹലാൽ ഫായിദയുടെ ഓഫീസ് അടഞ്ഞുപൂട്ടിയ നിലയിലാണ്. അതേസമയം സംഘത്തിനെതിരെയുള്ള പരാതി വാർത്തയായതിന് തൊട്ട് പിന്നാലെ വലിയ രീതിയിലുള്ള തടിയൂരാനുള്ള നീക്കങ്ങളും അണിയറയിൽ നടന്നു. സുഹൃത്ത് മുഖേന പരാതിക്കാരനായ നാസറിനെ 1 ലക്ഷം രൂപ തിരികെ നൽകിയതോടെ നിലവിൽ പരാതിയുമായി മുന്നോട്ട് പോകാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും സമാന രീതിയിൽ പണം നഷ്ടപ്പെട്ട മറ്റു പല നിക്ഷേപകരും ഇപ്പോഴും കടുത്ത ആശങ്കയിലാണ്. വിഷയം വലിയ രാഷ്ട്രീയ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് ഭരണപക്ഷം. ഹലാൽ ഫായിദ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുമെന്നും കോൺഗ്രസ് നേതാവ് റിജിൽ മാങ്കുറ്റി വ്യക്തമാക്കി കഴിഞ്ഞു. പാവപ്പെട്ട നിക്ഷേപകരുടെ പണം തട്ടിയെടുത്തവർക്കെതിരെ സമഗ്രമായ അന്വേഷണം വേണമെന്നും സംഭവത്തിന് പിന്നിലെ ഉന്നതരുടെ പങ്ക് പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിഷയത്തിൽ പാർട്ടി കടുത്ത പ്രതിസന്ധിയിലായതോടെ മറുപടി പറയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് പ്രാദേശിക ജില്ലാ നേതാക്കൾ. തട്ടിപ്പ് ആരോപണം കത്തിപ്പടരുമ്പോഴും വിഷയത്തിൽ വ്യക്തത വരുത്താനോ ആരോപണങ്ങൾ നിഷേധിക്കാനോ CPM നേതാക്കൾ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ മൗനം പാർട്ടിക്കുള്ളിൽ തന്നെ വൻ അമർഷത്തിന് കാരണമായിട്ടുണ്ട്. കരുവന്നൂർ വിവാദം പാർട്ടിക്ക് സൃഷ്ടിച്ച പ്രഹരങ്ങൾക്ക് പിന്നാലെ
പിന്നാലെ ഹലാൽ ഫായിദയിലെ പുതിയ സംഭവ വികാസങ്ങൾ പാർട്ടി അണികൾക്കിടയിലും കടുത്ത നിരാശ പടർത്തുകയാണ്. ജനവിശ്വാസം നഷ്ടപ്പെട്ട സഹകരണ മേഖലയിൽ കൂടുതൽ സാമ്പത്തിക തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവരുന്നത് വരും ദിവസങ്ങളിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ പ്രതിപക്ഷ പ്രക്ഷോഭങ്ങൾക്ക് വഴിമരുന്നിടുമെന്ന് ഉറപ്പാണ്. 8 വർഷം കഴിഞ്ഞിട്ടും പ്രഖ്യാപിത ലക്ഷ്യം പൂർത്തിയാക്കുകയോ സ്ഥാപനത്തിന്റെ വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. നിക്ഷേപകർ വഞ്ചിക്കപ്പെട്ട വിവരം CPM ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും ഉന്നയിക്കപ്പെട്ടിരുന്നുവെന്നും TK ഗോവിന്ദൻ MLA വ്യക്തമാക്കി. പയ്യന്നൂരിലെ ഫണ്ട് വെട്ടിപ്പ് ആരോപണം, കോടിയേരി ബാലകൃഷ്ണന്റെ സ്മരണയ്ക്കായി കണ്ണൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിനെ കെട്ടിടമുണ്ടാക്കാൻ സ്വരൂപിച്ച ഫണ്ടിലെ ക്രമക്കേട് എന്നിവയ്ക്ക് പിന്നാലെയാണ് കണ്ണൂരിൽ CPMന്റെ മറ്റൊരു സാമ്പത്തിക ക്രമക്കേട് കൂടി പുറത്തു വന്നത്. P ജയരാജൻ CPM ജില്ലാ സെക്രട്ടറി ആയിരിക്കെയാണ് കണ്ണൂർ ആസ്ഥാനമാക്കി ഹലാൽ ഫായിദ സഹകരണ സംഘം ആരംഭിച്ചത്. കണ്ണൂർ സബ് ജയിലിൽ റോഡിൽ മുത്തുപാരിയമ്മൻ കോവിലിന് സമീപം ഓഫീസ് തുറന്നാണ് പ്രവർത്തനം തുടങ്ങിയത്. അധികം വൈകാതെ ഈ ഓഫീസ് അടച്ചുപൂട്ടി. പലിശരഹിത ബിസിനസ് എന്ന നിലയ്ക്ക് ഒട്ടേറെ പേർ പദ്ധതിയിൽ പണം നിക്ഷേപിച്ചു. ലാഭവും മുതലുമില്ലെന്ന് വന്നതോടെയാണ് നിക്ഷേപകർ പരാതിയുമായി എത്തിയത്. TK ഗോവിന്ദൻ ഉയർത്തിവിട്ട ബൂമറാങ് എപ്രകാരം കൈകാര്യം ചെയ്യുമെന്ന് പാർട്ടിക്ക് മനസ്സിലാവുന്നില്ല. TK ഗോവിന്ദനും മറ്റു പാർട്ടി വിടുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ എല്ലാം അടുത്തു നിന്ന് കണ്ടയാൾ ബുദ്ധിമുട്ടിക്കുമെന്ന് പാർട്ടി മനസ്സിലാക്കിയിരുന്നു. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനും തിരുത്തിയത് CPMന്റെ ചരിത്രമാണ്. രൂപീകരണം മുതൽ CPMനൊപ്പം നിന്ന പയ്യന്നൂരിലും 1970 ശേഷം CPMനെ കൈവിട്ടില്ലാത്ത തളിപ്പറമ്പിലും UDF പിന്തുണയോടെ CPM വിമതർ വിജയക്കൊടി നാട്ടി. കഴിഞ്ഞ തവണ ജില്ലയിലെ 11-ൽ 9 സീറ്റുകളും നേടിയ LDFനെ ഇത്തവണ 6 സീറ്റിൽ തൃപ്തിപ്പെടേണ്ടി വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും ജനകീയ പ്രതിഷേധത്തിൽ തല ഉയർത്തി നിൽക്കാനായില്ല. പരാജയത്തിന് തുല്യമായ ജയത്തിൽ സ്വന്തം നാട്ടുകാർ അദ്ദേഹത്തെ തളച്ചു. പയ്യന്നൂരിൽ ധനരാജ രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെ 3 ഫണ്ടുകളിൽ നിന്നായി 1 കോടിയോളം രൂപ നേതാക്കൾ തട്ടിയെടുത്തെന്നും ഉത്തരവാദികളെ നേതൃത്വം സംരക്ഷിച്ചെന്നുമുള്ള ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണന്റെ വാദത്തിനൊപ്പം CPM അണികൾ നിന്നു. നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിയ കുഞ്ഞികൃഷ്ണനെ പുസ്തകത്തിന്റെ പേര് പ്രാവർത്തികമാക്കി ജനം മറുപടി നൽകി. ആളും ബഹളവുമില്ലാത്ത പ്രചാരണമായിരുന്നു കുഞ്ഞികൃഷ്ണന്റേത്. അതിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കാൻ CPMന് കഴിഞ്ഞിട്ടില്ല. TK മധുസൂദനന് വോട്ട് ചോദിക്കാൻ ഒപ്പം നടന്നവരിൽ പലരും മനസ്സുകൊണ്ട് കുഞ്ഞികൃഷ്ണനൊപ്പമായിരുന്നുവെന്നും പാർട്ടി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടാകണം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിഞ്ഞ തളിപ്പറമ്പിലേക്ക് ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിലെ പ്രതിഷേധമാണ് TK ഗോവിന്ദനെ വിജയത്തിലെത്തിച്ചത്. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം CPMനകത്ത് വലിയ വിവാദങ്ങൾ ഉയർത്തിയെങ്കിലും നേതൃത്വം ഗൗനിച്ചില്ല. CPM നേതൃത്വത്തോടുള്ള അണികളുടെ പ്രതിഷേധം TK ഗോവിന്ദന് അനുകൂലമായി. 2021-ൽ 22,689 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് MV ഗോവിന്ദൻ ജയിച്ച തളിപ്പറമ്പ് മണ്ഡലം ഇത്തവണ 12,551 വോട്ടിലെ TK ഗോവിന്ദൻ പിടിച്ചെടുത്തു. മറ്റു മണ്ഡലങ്ങളിലും ഇതിന്റെ പ്രതിഫലനമുണ്ടായി.